നമസ്കാരം. ഞാൻ ലീന. ഞങ്ങൾ ലീനയും ഗീതയും നമ്മൾ മലയാള ഭാഷ ഇഷ്ടപ്പെടുന്നവർക്കും മലയാള ഭാഷയെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി ഒരു 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 ചെറിയ വിവരണം എന്ന് വെച്ചാൽ ഭാഷയെക്കുറിച്ച് ഈ ചെറിയൊരു യാത്ര തുടങ്ങുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആ യാത്രയിലുടനീളം നിങ്ങളും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങൾ എന്നും നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ഘടകമാണ് ഭാഷ. ജനങ്ങൾ അന്യോന്യം കൂടിക്കഴിയാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു മധ്യവർത്തിയാണ് ഭാഷ. വാക്കുകളുടെ സഹായത്തോടു കൂടിയാണ് ഏതെങ്കിലും ഒരു വസ്തുവെക്കുറിച്ചോ ഉള്ള ആശയം രൂപവൽക്കരിക്കപ്പെടുന്നത്. ഭാഷ മസ്തിഷ്കത്തിൻ്റെയും അതിൻ്റെ പ്രവർത്തന ഉപാധിയായ ഇന്ദ്രിയങ്ങളുടെയും വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഭാഷ നേരത്തെ തന്നെ ഭാഷയെ പ്രാചീന സാഹിത്യം, മധ്യകാല സാഹിത്യം, ആധുനിക സാഹിത്യം, സമകാലിക സാഹിത്യം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടെന്ന് ഗീത പറയുകയുണ്ടായി. പ്രാചീന സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ സാഹിത്യം ആരംഭിക്കുന്നത് മുതൽ ചെറുശ്ശേരിയുടെ കാലം വരെയുള്ള കൃതികളുടെ കാലമാണ് പ്രാചീന സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. AD 12-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ കാലഘട്ടമാണെന്ന് പറയാം. സാഹിത്യത്തിൻ്റെ മാത്രമല്ല മലയാള ഭാഷയുടെയും അവികസിത ദശയായിരുന്നു ഈ കാലഘട്ടം. മധ്യകാല സാഹിത്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ മധ്യകാലഘട്ടം പ്രാചീനകാല ശേഷവും ആധുനിക കാലത്തിന് മുൻപും നിലനിന്നിരുന്നതാണ്. 17-ാം നൂറ്റാണ്ടിലെ യൂറോപ്യന്മാരാണ് മധ്യകാലങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ഇത് സംയോജനത്തിൻ്റെ കാലമായിരുന്നു. പഴയതും പുതിയതുമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികളുടെ സങ്കലനം ഉണ്ടായിരുന്ന കാലഘട്ടം. ആധുനിക സാഹിത്യം എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു എന്ന് ഉള്ളതിന് കൃത്യമായ ഉത്തരമില്ല. കേരളീയ സമൂഹം 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും ഭാരതീയ നവോത്ഥാന പ്രവണതകളുടെയും ഫലമായി പരിവർത്തനത്തിന് വിധേയമായത്. ഇത് പാശ്ചാത്യ സാഹിത്യത്തോടുള്ള സമ്പർക്കം കേരളീയരായ എഴുത്തുകാരെ പുതിയ പരീക്ഷണങ്ങൾക്ക് പ്രേരിപ്പിച്ചു. തുള്ളലുകളും ആട്ടക്കഥകളും അമ്മാനപ്പാട്ടുകളും ഉണ്ടായിരുന്ന സമയത്ത് ആ സ്ഥാനത്ത് നോവലുകളും ചെറുകഥകളും നാടകങ്ങളും ഭാവകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആധുനിക സാഹിത്യം ആധുനിക ജീവിതവുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളീയ സമൂഹം ആധുനിക ജീവിതത്തിൻ്റെ ചൂടും വെളിച്ചവും ധാരാളമായി ഉൾക്കൊള്ളാൻ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങൾ തൊട്ടാണ്. ജാതി വിവേചനത്തിനെതിരായ ബോധം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തെ സാവധാനം സ്വാധീനിക്കാൻ തുടങ്ങി. മിഷണറിമാരുടെ സേവനം, ആധ്യാത്മിക ആചാര്യന്മാരുടെ പ്രവർത്തനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തുടങ്ങിയ പുതിയ ഒരു മാനവികതാ ബോധം വളർത്താൻ ഇത് സഹായകമായി. 60കളിലെ ലോകം വളരെ കലുഷിതമായിരുന്നു. ഈ സമയങ്ങളിലാണ് സമകാലിക സാഹിത്യം രൂപം കൊള്ളുന്നത്. വിയറ്റ്നാം യുദ്ധവും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും 1968-ലെ വിദ്യാർത്ഥി കലാപവും ലാറ്റിൻ അമേരിക്കയിലെ വിമോചന സമരങ്ങളും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെ മനുഷ്യക്കുരുതിയും ലോകരാഷ്ട്രങ്ങളെ കലുഷിതമാക്കിയിരുന്നു. നെഹ്റുവിയൻ വികസന സങ്കല്പനത്തിൻ്റെ പാളിച്ചകളും കേരളത്തിലെ വിമോചന സമരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും നക്സലേറ്റ് പ്രസ്ഥാനവും കേരളീയ സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരുത്തി. ഇതിൻ്റെ ചലനങ്ങൾ സാഹിത്യരംഗത്തും പ്രതിഫലിക്കാൻ തുടങ്ങി. നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് തന്നെ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു ആധുനിക ഭാഷയാണ് മലയാളം. AD 9-ാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷ ദ്രാവിഡത്തിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ പ്രത്യേക ഭാഷയായി രൂപപ്പെട്ടത് എന്നാണ് നിഗമനം.
മലയാള ഭാഷയുടെ വളർച്ചയെ സാഹിത്യകാരന്മാർ പ്രധാനമായി തിരിച്ചിട്ടുള്ളത് പദ്യഭാഷ, മണിപ്രവാള ഭാഷ, ഗദ്യഭാഷ എന്നിങ്ങനെയാണ്. അപ്പം ഈ വീഡിയോ ഞങ്ങളിതൊരു ആമുഖമായിട്ട് ഇട്ടതാണ്. ഒരു ചാനൽ തുടങ്ങുന്നതിന് ഒരു ആമുഖമായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മുടെ മലയാള സാഹിത്യത്തിലുണ്ടായിട്ടുള്ള പദ്യകൃതികളും ഗദ്യകൃതികളും എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ചെറിയ ഒരു വിവരണമായിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി.